നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. മനു തോമസിന്റെ ജീവന് ഭീഷണി. പി ജയരാജനും മകനുമെതിരെ ആരോപണം ഉന്നയിച്ച CPM ജില്ലാ സെക്രട്ടറി മനു തോമസിന്റെ ജീവന് എന്തും സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിക്ക് വിവരം ലഭിച്ചത്. മനുവിന്റെ ജീവന് ഭീഷണി ഉണ്ടായാൽ പി ജയരാജനെ പിണറായി കേരള രാഷ്ട്രീയത്തിൽ നിന്ന് നിഷ്കാസിതമാക്കും. മനുവിന് CPM ഔദ്യോഗിക പക്ഷത്തിൽ നിന്ന് ഭീഷണി ഉണ്ടാവുമോ എന്ന കാര്യത്തിലും പോലീസിന് സംശയമുണ്ട്. മനുവിന്റെ വീടിനും വ്യാപാര സ്ഥാപനങ്ങൾക്കും സംരക്ഷണം നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവി ആലക്കോട് പോലീസിന് നിർദ്ദേശം നൽകി. രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നീക്കം. മനു തോമസിന് ഫേസ്ബുക്കിലൂടെ ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു. പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൊട്ടേഷൻ സംഘങ്ങൾക്ക് വേണ്ടിയാണെന്ന് മനു തോമസ് പറഞ്ഞിരുന്നു. പി ജയരാജന്റെ മകൻ സ്വർണം പൊട്ടിക്കലിന്റെ കോർഡിനേറ്ററാണ്. ഇയാളാണ് റെഡ് ആർമിക്ക് പിന്നിലെന്നും മനു തോമസ് ആരോപിക്കുന്നു. കൊട്ടേഷൻ സംഘങ്ങളുടെ വധഭീഷണി ഉണ്ടെന്ന് മനു തോമസ് പ്രതികരിച്ചു. പി ജയരാജനുമായി വ്യക്തിപരമായ പ്രശ്നങ്ങളില്ല, എന്നാൽ താനുമായ ഒരു സംവാദത്തിന് ജയരാജൻ ഇതുവരെ തയ്യാറായിട്ടില്ല. താൻ ഉന്നയിച്ച ചില കാര്യങ്ങളിൽ പി ജയരാജന് അസഹിഷ്ണുത ഉണ്ടെന്നും ആരെയും പേടിച്ച് പറയേണ്ടത് പറയാതിരിക്കില്ലെന്നും മനു തോമസ് പറഞ്ഞു. ചിലരുടെ സംരക്ഷണം കിട്ടിയതിനാലാണ് കൊട്ടേഷൻ സംഘങ്ങൾ വളർന്നത്. ഇന്ന് കൊട്ടേഷൻ സംഘങ്ങൾ പാർട്ടിക്ക് തന്നെ തലവേദനയായി മാറി. പാർട്ടി ഇത് തിരിച്ചറിഞ്ഞ് പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മനു പറഞ്ഞു. എന്നാൽ പാർട്ടി നടപടി ഫലപ്രാപ്തിയിൽ എത്തിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വന്തം ഫാൻസിന് വേണ്ടിയാണ് പി ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. പി ജയരാജന്റെ പ്രതികരണം പാർട്ടി തീരുമാനമല്ലെന്നും മനു തോമസ് പറഞ്ഞിരുന്നു. എന്നാൽ തനിക്കെതിരെ മനു തോമസിനെ ഇറക്കിയത് CPM ഔദ്യോഗിക പക്ഷമാണെന്ന ധാരണയിലാണ് പി ജയരാജൻ. മുൻപും തനിക്കെതിരെ ഇത്തരം ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. മനുവിന് ഔദ്യോഗിക പക്ഷം കൈകാര്യം ചെയ്ത ശേഷം പി ജയരാജന് തലയിലാക്കാൻ ശ്രമം നടക്കുന്നതായും ജയരാജന്റെ അണികൾ സംശയിക്കുന്നു. കണ്ണൂരിൽ നടന്ന പല കൊലപാതക കേസുകളിലും പി ജയരാജൻ ഇത്തരത്തിൽ ആരോപണ വിധേയനായിട്ടുണ്ട്. ഇത് ചൂണ്ടിക്കാണിച്ചാണ് പുതിയ സംഭവ വികാസങ്ങളെ ജയരാജൻ നേരിടുന്നത്. ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് CPM ഉള്ളത്. കേരളത്തിലാകട്ടെ കണ്ണൂരിലും. ഇവിടെ പാർട്ടിയുടെ ശക്തി ചോരുന്ന മട്ടിൽ നേതാക്കൾ തമ്മിൽ പിടിവലി രൂക്ഷമാവുന്നു. പരസ്പരം വെട്ടിയും കുതികാൽ വെട്ടിയും മുന്നേറുന്ന നേതാക്കൾ പാർട്ടിയുടെ അടിസ്ഥാനം ഇളക്കുമോ എന്ന സംശയത്തിലാണ് കേന്ദ്ര നേതാക്കൾ. സ്പീക്കർ AN ഷംസീറിനെതിരെ കണ്ണൂരിലെ സിംഹം പി ജയരാജൻ മുൻപ് ഇതേ കാര്യത്തിൽ രംഗത്തെത്തിയിരുന്നു. COT നസീർ വധശ്രമ കേസിൽ തന്നെ പ്രതി ചേർക്കാനുള്ള ചില CPM നേതാക്കളുടെ തന്ത്രമാണ് ജയരാജൻ പൊളിച്ചത്. ഷുക്കൂർ, ഷുഹൈബ്, കതിരൂൾ മനോജ് കേസിലെ പ്രതിസ്ഥാനത്തുള്ള പി ജയരാജൻ പുതിയൊരു കേസ് കൂടി തന്റെ തലയിൽ ചാരാനുള്ള ശ്രമമാണ് തകർത്തത്. COT നസീർ വധശ്രമ കേസ് ആദ്യ വിവാദമായപ്പോൾ തന്നെ ജയരാജന്റെ തലയിൽ ചാരാനുള്ള ശ്രമം നടന്നിരുന്നു. എന്നാൽ അക്കാര്യം മുൻകൂട്ടി കണ്ട ജയരാജൻ നസീറിനെ ആശുപത്രിയിൽ ചെന്ന് കാണുകയും തന്റെ നിരപരാധിത്വം വ്യക്തമാക്കുകയും ചെയ്തു. തന്നെ ഇല്ലാതാക്കാൻ പാർട്ടി ശ്രമിച്ചെന്ന പരാതി ജയരാജന്റെ ഉള്ളിലുണ്ട്. വടകരയിലെ സ്ഥാനാർത്ഥിത്വം തന്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഇല്ലാതാക്കാനുള്ള കരുനീക്കത്തിന്റെ ഭാഗമാണെന്നും ഏറെ നാളായി ജയരാജൻ സംശയിക്കുന്നു. കുറച്ചധികം സത്യങ്ങളുണ്ട്. കാരണം ജയരാജനെ സ്ഥാനാർത്ഥിയാക്കിയതിന് പിന്നാലെ തന്നെ അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നു. സാധാരണ ഒരാളെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അയാൾ പാർട്ടിയിൽ വഹിക്കുന്ന സ്ഥാനം ഒഴിവാക്കാറില്ല. എന്നാൽ ജയരാജനെ മത്സരിപ്പിച്ചത് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാനായിരുന്നു. MP ആയി മത്സരിച്ച MV ജയരാജൻ ഇപ്പോഴും ജില്ലാ സെക്രട്ടറിയാണ്. വളരെ നേരത്തെ തന്നെ ജയരാജൻ പിണറായിയുടെ കണ്ണിലെ കരടായിരുന്നു. ജയരാജൻ തങ്ങൾക്ക് മേലെ പറക്കുന്നു എന്ന പരാതിയാണ് പിണറായിക്ക് ഉണ്ടായിരുന്നത്. അതിന് വളം വയ്ക്കാൻ ജയരാജന്റെ സുഹൃത്തുക്കൾ എന്ന ഭാവേന അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ശത്രുക്കൾ ശ്രമിക്കുകയും ചെയ്തു. അവരാണ് ജയരാജനെ പ്രകീർത്തിച്ച് ആൽബം ഇറക്കിയത്. ഒറ്റനോട്ടത്തിൽ ഇതെല്ലാം ജയരാജനെ നന്നാക്കാനാണെന്ന് തോന്നുമായിരുന്നെങ്കിലും അതായിരുന്നില്ല വാസ്തവം. ജയരാജനെ എതിർക്കാൻ മുരളി വന്നപ്പോൾ തന്നെ ജയരാജൻ തോൽക്കുമെന്ന് CPM നേതാക്കൾക്ക് അറിയാമായിരുന്നു. തോറ്റാൽ ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിക്കുമെന്നും അറിയാമായിരുന്നു. അതിനെ തുരങ്കം വെക്കാനാണ് നസീർ വധശ്രമ കേസ് ജയരാജന്റെ തലയിൽ ചാരാൻ ശ്രമിച്ചത്. അതിന് പിന്നിൽ പാർട്ടിയാണെന്ന കാര്യം ജയരാജൻ സംശയിക്കുന്നു. COT നസീറിനെ കണ്ട ജയരാജൻ ഇക്കാര്യം നസീറിനോട് പറഞ്ഞു. CPM ജില്ലാ സമ്മേളനത്തിൽ CIF നേതാക്കൾ ഉപയോഗിച്ച് ജയരാജനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത് ഷംസീറാണ്. ജയരാജനെ പ്രകീർത്തിക്കുന്ന ആൽബവും ഫ്ലെക്സും വിവാദമാക്കിയതും ഷംസീർ തന്നെയാണെന്ന് ജയരാജൻ പക്ഷം പറയുന്നത്. ഷംസീർ CPM സംസ്ഥാന കമ്മിറ്റിയുടെ പൂർണ്ണ പിന്തുണയോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും ജയരാജനെ അറിയാം. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതിഷേധം. നസീറിനെതിരെ ആക്രമണം അന്വേഷിക്കണമെന്ന ആവശ്യം സംസ്ഥാന കമ്മിറ്റിയിൽ ഉന്നയിച്ചത് ജയരാജനാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി കമ്മീഷനെ നിയമിച്ചത്. എന്നാൽ ഷംസീറിനെ രക്ഷിക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. K മുരളീധരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഉൾപ്പെടെയുള്ള നേതാക്കൾ നസീർ വധത്തിൽ ജയരാജനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിച്ചപ്പോൾ തന്നെ സഹായിക്കാൻ ഒരു CPM നേതാവും എത്താത്തത് ജയരാജനെ വല്ലാതെ വേദനിപ്പിച്ചു. തീർത്തും നിസ്സഹായനായാണ് ഇപ്പോൾ ജയരാജൻ. പാർട്ടിക്കുള്ളിലും പുറത്തും അദ്ദേഹത്തിന് ശത്രുക്കൾ മാത്രമാണുള്ളത്. അതിനെ അതിജീവിക്കാൻ പോലും കഴിയാതെ നിരായുധനായി മാറിയിരിക്കുന്നു
ജയരാജൻ. ഇപ്പോൾ അതേ കളികൾ ആവർത്തിക്കുന്നു. ജയരാജനെ സംബന്ധിച്ചിടത്തോളം വൻ പ്രതിസന്ധിയിലൂടെയാണ് അദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരും പാർട്ടിയും തനിക്കൊപ്പമില്ല. ഏതു നേരത്ത് പോലീസ് തന്റെ നേരെ തിരിയാമെന്നും ജയരാജൻ കരുതുന്നു. അങ്ങനെ സംഭവിച്ചാൽ പാർട്ടിയിൽ നിന്ന് പുറത്താകും. മനു തോമസ് മറ്റുള്ളവരുടെ കയ്യിലെ ചട്ടുകമാണെന്ന് ജയരാജൻ അറിയാം. അതാണ് അദ്ദേഹം ജാഗ്രതയോടെ നീങ്ങുന്നത്. മനു തോമസിന്റെ സംരക്ഷണം ഇപ്പോൾ പി ജയരാജന്റെ കയ്യിലാണ്. മനുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ താൻ അകത്താകുമെന്ന് പി ജെക്ക് അറിയാം. തനിക്കൊപ്പം പ്രവർത്തകരല്ലാത്ത ആരുമില്ലെന്ന് പി ജയരാജൻ അറിയാം. ചുരുക്കം പറഞ്ഞാൽ പി ജെ പെട്ടത് വലിയ ചതിക്കുഴിയിലാണ്. ഏറെ നാളായി CPM-ന്റെ അഴിമതികളിൽ മനമടുത്തിരിക്കുകയാണ് പാർട്ടി പ്രവർത്തകർ. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ അവർ കേട്ടു തുടങ്ങിയതാണ് മനമടുപ്പിക്കുന്ന നാറുന്ന അഴിമതി കഥകൾ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അരുതാത്തതെല്ലാം നടന്നിട്ടും അവർ പരസ്യമായി പ്രതികരിച്ചില്ല. പിണറായിയുടെ അറിവോടെയല്ല അവിടെ ശിവശങ്കർ അർമാദിച്ചതെന്ന് അവർ കരുതി. ഇതിൽ വാസ്തവമില്ലെങ്കിലും അവർക്ക് അങ്ങനെ വിശ്വസിക്കാനായിരുന്നു ഇഷ്ടം. എന്നും അഴിമതിക്കെതിരെ കുരിശുദ്ധം നയിച്ച അച്യുതാനന്ദനെ പോലുള്ള നേതാക്കൾ രംഗത്തു നിന്ന് നിഷ്ക്രമിച്ചതോടെ പിണറായിയെ സഹിക്കുകയല്ലാതെ ഇവർക്ക് മുൻപിൽ മറ്റു മാർഗങ്ങൾ ഇല്ലാതായി. പിണറായിയാണ് ശരിയെന്ന് വിശ്വസിച്ച ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരാണ് ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് അകന്ന പി ജയരാജനൊപ്പം അണിനിരക്കുന്നത്. പി ജയരാജൻ CPM-ൽ ഒരു സമാധാനമാണെന്ന് കരുതുകയാണ് അണികൾ. ഇതൊരു നിശബ്ദ യാത്രയാണ്. EP ജയരാജനെതിരെ പി ജയരാജൻ രംഗത്തെത്തിയിട്ട് ഫലമുണ്ടാക്കാത്തതിനെ തുടർന്നാണ് പാർട്ടി പി ജെയിൻ വിശ്വാസം അർപ്പിച്ചു തുടങ്ങിയത്. EP ജയരാജൻ എന്ന നേതാവിനെതിരെ പാർട്ടി അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ പ്രവർത്തകർ പാർട്ടിയിൽ നിന്ന് അകലുമായിരുന്നില്ല. EP ജയരാജൻ അഴിമതിക്കാരൻ തന്നെയെന്ന് പാർട്ടിക്കാർ ഒരുമിച്ച് വിശ്വസിക്കുന്നു. തന്റെ ഭാര്യയ്ക്കും മകനും പഞ്ചനക്ഷത്ര റിസോർട്ടിൽ ഓഹരി ഉണ്ടെന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് തുറന്നു പറയുമെന്ന് അണികൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അഥവാ ഓഹരി ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിന് പറയാതെ ഇരിക്കാമായിരുന്നു എന്നാണ് അണികൾ നിശബ്ദം പറയുന്നത്. EP-യുടെ കുടുംബത്തിന് പണ്ട് എന്തുണ്ടായിരുന്നെന്ന് പാർട്ടി അണികൾക്ക് നന്നായി അറിയാം. ഇന്ന് EP-യുടെ സാമ്പത്തിക അടിത്തറ എന്താണെന്ന് അണികൾക്കും നന്നായി അറിയാം. നിർഭാഗ്യവശാൽ പിണറായി ഉൾപ്പെടെയുള്ള നേതാക്കൾ EP-ക്ക് പിന്നിലാണ് അണിനിരുന്നത്. തനിക്കെതിരെ അന്വേഷണം വന്നാൽ സർക്കാരിനെ മറിച്ചിടാൻ വരെ താൻ തയ്യാറാകുമെന്ന് EP ജയരാജൻ മുഖ്യമന്ത്രിയെ അറിയിച്ചു. തന്നെ ബലിയാടാക്കാനാണ് നീക്കമെങ്കിൽ CPM-ന്റെ സമുന്നത നേതാക്കളെന്ന് വിശ്വസിക്കുന്നവരുടെ മൂടുപടം അഴിഞ്ഞു വീഴുമെന്നും EP മുന്നറിയിപ്പ് നൽകി. ഒറ്റവാക്കിൽ പറഞ്ഞാൽ സ്വർണ്ണക്കടത്ത് കേസിലെ കഥകളെല്ലാം താൻ പുറത്തു പറയുമെന്നാണ് EP പറഞ്ഞത്. ഒരു കാലത്ത് ചക്രയും ഈച്ചയുമായിരുന്നു പിണറായി ജയരാജൻ സുഹൃത്തുക്കൾക്ക് പരസ്പരം എല്ലാം അറിയാം. അത് തന്നെയാണ് പിണറായിയുടെ ഭയം. ദേഷ്യമെന്ന EP-യെ നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് പിണറായിക്ക് നന്നായി അറിയാം. ഇതെല്ലാം അറിയുന്ന പ്രവർത്തകരാണ് പി ജയരാജന് പിന്നിൽ അണിനിരക്കുന്നത്. എന്നാൽ പി ജയരാജനെ ഇല്ലാതാക്കുക എന്നതാണ് CPM ഔദ്യോഗിക പക്ഷത്തിന്റെ പ്രധാന ഉദ്ദേശം. മനു തോമസ് പോലീസ് സഹായം ചോദിക്കുന്നതിന് മുൻപ് തന്നെ സംരക്ഷണം നൽകാനുള്ള നിർദ്ദേശം കണ്ണൂർ പോലീസിന് ലഭിച്ചത് തിരുവനന്തപുരത്ത് നിന്നാണ്. എത്രയും വേഗം മനുവിനെ ഇറക്കി പി ജയരാജനെ വകയിരുത്താൻ ഔദ്യോഗിക പക്ഷം തീരുമാനിച്ചു കഴിഞ്ഞു. ഈ മല്ലയുദ്ധത്തിൽ ആര് ജയിക്കുമെന്ന ചോദ്യത്തിലാണ് പ്രസക്തി. CPM പ്രവർത്തകർ ജയരാജൻ ജയിക്കാൻ ആഗ്രഹിക്കുന്നു.